ലൈറ്റിന് നിങ്ങളുടെ മൂഡ് മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സ്കോറിയോ ലൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈറ്റ് നമ്മുടെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ലൈറ്റിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പലരും നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ലൈറ്റിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമ്മൾ നല്ല ആർക്കിടെക്ട്സിനെ വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല ഡിസൈനേഴ്സിനെ വെച്ചിട്ട് നമ്മുടെ വീടുകൾ ഡിസൈൻ ചെയ്യിപ്പിക്കും. പക്ഷെ ഒരിക്കലും ഒരു ലൈറ്റിംഗ് കൺസൾട്ടന്റിനെയോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഷോപ്പിലോ പോയിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള ലൈറ്റാണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറേ ഇല്ല. പക്ഷെ ലൈറ്റിന് നമ്മുടെ വീടുകളിൽ വളരെ അധികം പ്രാധാന്യം തന്നെ ഉണ്ട്. നമ്മൾ പ്രോപ്പർ ലൈറ്റിംഗ് അല്ല നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് കാണാൻ ഇനി നമ്മൾ എത്ര കോടികൾ മുടക്കി ചെയ്തതാണെങ്കിൽ കൂടിയിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. നേരെ മറിച്ച് നമുക്ക് നല്ല രീതിയിൽ ലൈറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ എക്സ്പെൻസിൽ ചെയ്തതാണെങ്കിൽ കൂടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ലൈറ്റിങ്ങിലൂടെ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ലൈറ്റിങ്ങിന്റെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മുടെ മൂഡ് ചേഞ്ച് ആക്കുന്നതിൽ ഇപ്പോൾ നമ്മൾക്ക് അറിയാം, നമ്മൾ ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഒരു സ്ഥലത്തോട്ട് മാറുന്ന സമയത്ത് നമുക്ക് അത്രയും ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മളുടെ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ വീട്ടിലായിരിക്കും. നമ്മളൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ വീട് നല്ല ലൈറ്റിങ്ങും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മൂഡ് അത് മാറ്റും എന്നുള്ളത് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ വീട് വെക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. എങ്ങനെ ലൈറ്റപ്പ് ചെയ്യണം, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ നമ്മുടെ ടീം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലുമായി വീണ്ടും കാണാം. ബൈ.